ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഇൻഫർമേറ്റീവ് IT. ഏകദേശം 20,000-ലധികം ഒഴിവുകളുമായി വിളിച്ച SSC CGL അല്ലെങ്കിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2022 എങ്ങനെ മൊബൈൽ ഫോൺ വഴി അപ്ലൈ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. SSC CGL എന്ന പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിൽ ssc.nic.in എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരെ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകുന്നതായിരിക്കും. ഇതാണ് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇത് നിങ്ങൾ ഇനി ഡെസ്ക്ടോപ്പ് സൈറ്റിലോട്ട് മാറ്റേണ്ടതുണ്ട്. അതിനായി ടോപ്പ് റൈറ്റ് സൈഡ് കോർണറിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്നും താഴേക്ക് വരുമ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൈറ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റിലോട്ട് മാറുന്നതായിരിക്കും. ഇവിടെ താഴോട്ട് വരുമ്പോൾ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് SSCയിലോട്ട് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് SSCയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി താഴെ കാണുന്ന ന്യൂ യൂസർ രജിസ്റ്റർ നൗ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ SSC പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും. ആ യൂസർ ഐഡിയും പാസ്വേഡുമാണ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിം എന്നതിൽ നിങ്ങൾക്ക് ലഭിച്ച രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡ് എന്നതിൽ നിങ്ങളുടെ പാസ്വേഡും താഴെ കാണുന്ന ക്യാപ്ച കോഡ് റൈറ്റ് സൈഡ് കാണുന്ന ബോക്സിൽ അതേപോലെ ടൈപ്പ് ചെയ്ത ശേഷം താഴെ ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ താഴോട്ട് വരുമ്പോൾ ആദ്യം തന്നെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ് എന്നതിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2022 എന്ന് കൊടുത്തിട്ടുണ്ടാകും. അതിൽ കൊടുത്തിട്ടുണ്ട് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 17/9/2022 മുതലാണെന്ന്. അതുപോലെ അപ്ലിക്കേഷൻ എൻഡ് ആവുന്നത് 8/10/2022 വരെയുമാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനായി താഴെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പുതിയ വിൻഡോയിലോട്ട് വരുന്നതായിരിക്കും. ഇതാണ് നമ്മളുടെ അപ്ലിക്കേഷൻ ഫോം. ഇവിടെയാണ് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്യേണ്ടത്. ഇവിടെ ആദ്യത്തെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി വന്നു കിടക്കുന്നുണ്ടാകും. അതെല്ലാം നമ്മൾ പ്രൊഫൈൽ ചെയ്യുമ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമ്മൾ ഇനി ഫിൽ ചെയ്യേണ്ടത് 15ാമത്തെ ഓപ്ഷനാണ്. ഇവിടെ ചോദിച്ചിട്ടുണ്ടാകും പ്രിഫറൻസ് ഓഫ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എന്ന്. നിങ്ങൾ ഏത് സെൻറ്ററാണോ എക്സാമിനേഷൻ എഴുതാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. 3 സെൻറ്റേഴ്സാണ് നമ്മൾ ഇവിടെ മൊത്തം കൊടുക്കേണ്ടത്. ആദ്യം സെൻറ്റർ 1 എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുന്ന സെൻറ്റർ സെലക്ട് ചെയ്യുക. നമ്മൾ കേരള ആയതുകൊണ്ട് കേരള കർണാടക റീജിയൻ KKRലായിരിക്കും നമ്മളുടെ സെൻറ്റേഴ്സ് എല്ലാം വന്നിട്ടുണ്ടാവുക. അപ്പോൾ KKR എന്ന ഓപ്ഷനിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ കാണാൻ കഴിയും ഏതൊക്കെ സെൻറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന്. അപ്പോൾ നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന സെൻറ്റർ നിങ്ങളുടെ സൗകര്യാർത്ഥം അവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ തൃശ്ശൂരാണ് സെലക്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ സെൻറ്റർ 2ഉം അതുപോലെ സെൻറ്റർ 3യും സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് മൊത്തം 3 സെൻറ്റേഴ്സ് ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അത് കഴിഞ്ഞാൽ താഴെ ആർ യു എക്സ് സർവീസ്മാൻ എന്ന് ചോദിച്ചിട്ടുണ്ടാകും. നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ താഴെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്യേണ്ടതുണ്ട്. നോ ആണ് കൊടുക്കുന്നതെങ്കിൽ അതൊന്നും ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിന്നും നേരെ താഴോട്ട് വരിക. അടുത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് 18ാമത്തെ ഓപ്ഷനാണ്. ആർ യു ആൾസോ അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് ചോദിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഈ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളിവിടെ നോ ആണ് കൊടുക്കേണ്ടത്. സാധാരണ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലോട്ടെല്ലാം അപ്ലൈ ചെയ്യാൻ ആവശ്യമായ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. എന്നാൽ ഈ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്കൊരു ബാച്ചിലർ ഡിഗ്രിയും അതുപോലെ +2 മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായി പഠിച്ചിരിക്കുകയും അതിൽ 60% കൂടുതൽ മാർക്കും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ യോഗ്യത ഉണ്ടായിരിക്കുകയും നിങ്ങൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് കൊടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ നോ കൊടുക്കാവുന്നതാണ്. അതിന് താഴെയായി നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ എസ് കൊടുക്കുക. നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ അത് അവിടെ നോ ആണ് കൊടുക്കേണ്ടത്. അതിന് താഴെയായി നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏജ് റിലാക്സേഷൻ വേണമെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാം, ഇല്ല എങ്കിൽ നോ കൊടുക്കാം. എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ താഴെയുള്ള ബോക്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അടുത്തത് 20ാമത്തെ ഓപ്ഷനായി ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന യോഗ്യത എന്താണോ നിങ്ങളുടെ, അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടാകും. അവിടെ സെലക്ട് എഡ്യൂക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ഇക്വലന്റ് ടു ഗ്രാജുവേഷൻ എന്ന് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ഗ്രാജുവേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ ബേസിക് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ്.
അതിന് താഴെയുള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങളുടെ ഗ്രാജുവേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻസ് ആണ്. ആദ്യം തന്നെ സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പാസ്ഡ് അപ്പിയറിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആണെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കുക. നിങ്ങൾ പാസ് ഔട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ പാസ്ഡ് എന്നത് കൊടുക്കുക. അതിന് തൊട്ടടുത്തായി പാസിംഗ് ഇയർ ചോദിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഏത് ഇയർ ആണോ നിങ്ങളുടെ ഗ്രാജുവേഷൻ പാസ്സായത് ആ ഇയർ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ടടുത്തായി സ്റ്റേറ്റ് ഓർ യൂണിറ്റി ഓഫ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഏതു സ്റ്റേറ്റിലാണോ നിങ്ങൾ പഠിച്ചത് ആ സ്റ്റേറ്റാണ് അവിടെ കൊടുക്കേണ്ടത്. ഇവിടെ കേരള കൊടുക്കുക. അതിന് തൊട്ടപ്പുറത്തായി നെയിം ഓഫ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ടാകും. നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റി ഏതാണ് എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളുടെ നെയിം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണോ ആ യൂണിവേഴ്സിറ്റി അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് റോൾ നമ്പർ ആണ്. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിലുള്ള റോൾ നമ്പർ എന്താണോ ആ റോൾ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക. തൊട്ടപ്പുറത്തായി പേഴ്സൻറ്റേജ് ചോദിച്ചിട്ടുണ്ടാകും. അവിടെ നിങ്ങളുടെ ഡിഗ്രി പേഴ്സൻറ്റേജും ഇനി നിങ്ങൾക്ക് CGPA ആണുള്ളത് വെച്ചാൽ ആ CGPA ബോക്സിൽ നിങ്ങളുടെ CGPAയും കൊടുക്കാവുന്നതാണ്. അടുത്തത് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോബ് നോട്ടിഫിക്കേഷൻ വേണമെന്നാണ്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. ഏത് കൊടുത്താലും അവിടെ കുഴപ്പമില്ല. അതിന് താഴെയായി നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാകും. അവിടെ നിന്നും താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്നതിനുള്ള 2 ഓപ്ഷൻസ് കാണാൻ കഴിയും. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പരമാവധി 17 ജൂൺ 2022 ശേഷം എടുത്ത ഫോട്ടോകൾ മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് മുൻപ് എടുത്ത ഫോട്ടോസ് ആയാലും കുഴപ്പമില്ല, എന്നാലും ജൂൺ 17 ശേഷം എടുത്ത ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടത് ഒരു പ്രത്യേക ഫയൽ സൈസിലാണ്. ഫോട്ടോയുടെ അലൗഡ് ഫയൽ സൈസ് എന്ന് പറയുന്നത് 20 GB-ക്കും 50 GB-ക്കും ഉള്ളിലായിരിക്കണം. അതുപോലെ തന്നെ ഇത് JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ ഫോട്ടോയുടെ ഇമേജ് സൈസ് എന്ന് പറയുന്നത് 3.5 സെൻറ്റിമീറ്റർ വിത്തും 4.5 സെൻറ്റിമീറ്റർ ഹൈറ്റുമായിരിക്കണം. കറക്റ്റ് ഈ ഫയൽ സൈസിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിലെന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള അലൗഡ് ഫയൽ സൈസ് എന്ന് പറയുന്നത് 10 GB-ക്കും 20 GB-ക്കും ഉള്ളിലായിരിക്കണം. നിങ്ങളുടെ സിഗ്നേച്ചറും JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം. അതുപോലെ സിഗ്നേച്ചറിൻ്റെ ഇമേജ് സൈസ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ വിത്തും 2 സെൻറ്റിമീറ്റർ ഹൈറ്റുമായിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഫോട്ടോ എടുത്ത് ഇതേ സൈസിൽ ആക്കാവുന്നതാണ്. അതിന് പ്ലേ സ്റ്റോറിൽ നിരവധി ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ലഭ്യമാണ്. എന്നിരുന്നാലും ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഇൻ്റർനെറ്റ് കഫേയിൽ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും കൊടുത്ത് ഇതേ സൈസിലാക്കി തരാൻ പറഞ്ഞാൽ അവർ അത് നിങ്ങളുടെ ഫോണിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലോട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന മറ്റ് എക്സാമുകൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ ഇതേ ഫോട്ടോയും സിഗ്നേച്ചറും വെച്ച് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫയൽ സൈസിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യുക. അതിനുശേഷം ആദ്യം കാണുന്ന ചൂസ് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലുള്ള നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സെലക്ട് ചെയ്ത് ഡൺ എന്നതിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൻ്റെ ഒരു പ്രിവ്യൂ താഴെ കാണുന്നതായിരിക്കും. ഇതേ രീതിയിൽ തന്നെ ചൂസ് ഫയൽ എന്നതിൽ പോയി നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ താഴെ വെദർ ദ ഫോട്ടോഗ്രാഫ് ഹാസ് ബീൻ ടേക്കൺ ഓൺ ഓർ ആഫ്റ്റർ 17 ജൂൺ 2022 എന്ന് കാണിച്ചിട്ടുണ്ടാകും. അതവിടെ യെസ് കൊടുക്കുക. അതിന് താഴെ കുറച്ച് ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടാകും. അവിടെ നിന്ന് താഴോട്ട് വരികയാണെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ചെയ്യുന്നുള്ള ഒരു ബോക്സ് കാണാം. ഐ എഗ്രി എന്നത് അത് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് അതേപോലെ തന്നെ താഴെയുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അത്രയും ചെയ്തതിന് ശേഷം താഴെ പ്രിവ്യൂ എന്നൊരു ഐക്കൺ കാണാൻ കഴിയും. ആ പ്രിവ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിവ്യൂ പോലെ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അവിടെ നമ്മൾ ഇത്രയും നേരം കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതെല്ലാം ശരിയല്ലേ എന്ന് ചെക്ക് ചെയ്യുക. അവിടെ നിന്നും ഏറ്റവും താഴോട്ട് വരുമ്പോൾ താഴെ എഡിറ്റ് ഓർ മോഡിഫൈ അതുപോലെ സബ്മിറ്റ് എന്ന 2 ഐക്കൺ കാണാൻ കഴിയും. നിങ്ങൾ ഇപ്പോൾ കൊടുത്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് അല്ലെങ്കിൽ മോഡിഫൈ പോയി അത് തിരുത്താവുന്നതാണ്. ഇനി തെറ്റുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റൈറ്റ് സൈഡ് കാണുന്ന ഗ്രീൻ ബോക്സായ സബ്മിറ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ കൊടുക്കുന്നുള്ളൊരു ഓപ്ഷൻ ഇങ്ങനെ വന്നിട്ടുണ്ടാകും. അത് ഓക്കെ കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം റിസീവ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ എല്ലാവർക്കും പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വുമൺ കാൻഡിഡേറ്റിനും അതുപോലെ SC ST കാൻഡിഡേറ്റ്സിനും പേയ്മെൻറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അവർ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയി. മറ്റുള്ള കാൻഡിഡേറ്റ്സ് പേയ്മെൻറ്റ് ചെയ്യുന്നതിനായി അവിടെ കാണുന്ന യെസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്യുന്നതിനായി ഓൺലൈൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു പേയ്മെൻറ്റ് പേജിലോട്ട് റീഡയറക്റ്റായി പോകുന്നതായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നിങ്ങൾ ഈ പേജ് റിഫ്രഷ് ചെയ്യരുത്. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ UPI ഉപയോഗിച്ചോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ റീഡയറക്റ്റ് ആവുന്നത് SSCയുടെ ഈ ഹോം പേജിലോട്ടായിരിക്കും. ഇവിടെ വന്ന് നിങ്ങൾ ഒന്നുകൂടി ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇവിടെ ലോഗിൻ ചെയ്യുക.
നിങ്ങൾ നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനായി അവിടെ കാണുന്ന പ്രിൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുന്നതിനായി അവിടെ കാണുന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് കംപ്ലീറ്റ്, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡഡ്, അപ്ലൈ ഫോം കംപ്ലീറ്റ്, അതുപോലെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് കംപ്ലീറ്റ്, ടോട്ടലി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, ആപ്ലിക്കേഷൻ റിസീവ്ഡ് എന്നിവരെ കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ കോണ്ടൻസ് നോട്ട് വെരിഫൈഡ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് കാണിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് SSC CGL 2022 ഓൺലൈനായി മൊബൈൽ ഫോൺ വഴി അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ ഈ വീഡിയോയെ പറ്റി മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്